പ്രിയ ദൈവമക്കളെ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ലീഗലി അവകാശം പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് നിയമപരമായിട്ട് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പെർമിഷൻ നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം, വചനം ധ്യാനിക്കുന്നവരായിരിക്കാം, വചനം പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ പിശാചിന് ലീഗലി അവകാശം പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എഫേസ്യർ 4:27 പറയുന്നു, പിശാചിന് അവസരം കൊടുക്കരുത്. പിശാചിന് അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിൽ ദൈവഹിതമല്ലാത്ത എന്തൊക്കെയോ ശീലങ്ങൾ ഇരിപ്പുണ്ട്, കുറേ സ്വഭാവങ്ങൾ ഇരിപ്പുണ്ട്. വ്യർത്ഥ സംസാരം, അസൂയ, ക്രോധം, കോപം, പക, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. മദ്യപാനം, വെറിക്കൂത്തുകൾ, ലോകത്തിൻ്റെ വഴികൾ, അശ്ലീല സംസാരം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഇരിപ്പുണ്ട്. അത് നമ്മളൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്, വചനം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പ്രസംഗമാണ്. പക്ഷേ തിരിച്ച് നമ്മൾ ഈ ആരാധന കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ്, വചനം ധ്യാനിക്കുന്നത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് പഴയ ലോകത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് മാറി നിൽക്കും, എന്നിട്ട് അവൻ അവിടെ നിന്ന് ചിരിക്കും. കാരണം അവനറിയാം നീ തിരിച്ച് എൻ്റെ വഴിയെ തന്നെ വരും. കാരണം എന്തുവാ, നീ ആ ശീലം ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അറകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വീട്ടിലെ ഷെൽഫ് നമ്മൾ പരിശോധിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളെ നമുക്ക് പരിശോധിക്കാം. അവിടെ പിശാചിന് അവകാശം പറയാനുള്ള എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ഇരിപ്പുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വ്യർത്ഥ സംഭാഷണം ഇരിപ്പുണ്ടോ? അതിനെ എടുത്തു കളയണം. അസൂയ ഇരിപ്പുണ്ടോ? എടുത്തു കളയണം. ക്രോധം ഇരിപ്പുണ്ടോ? എടുത്തു കളയണം. ശത്രുത ഇരിപ്പുണ്ടോ? പക ഇരിപ്പുണ്ടോ? കയ്പ് ഇരിപ്പുണ്ടോ? എടുത്തു കളയണം സകലത്തിനെയും. അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമുക്ക് ഇന്ന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്തുവാണ്? ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ പിശാചിനൊരു അവകാശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുക, ഉദാഹരണം, എൻ്റെ ഉള്ളിൽ അസൂയയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന അസൂയയെ ഞാൻ ശാസിക്കുന്നു. അസൂയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മാക്കളും എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുവാങ്ങാൻ കൽപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പിശാചിൻ്റെ ശക്തികളും അവൻ്റെ കെട്ടുകളെല്ലാം ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുന്നു. പിശാചിനെ ഞാൻ തള്ളിപ്പറയുന്നു. അവനും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. ഇന്നു മുതൽ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവായിട്ട് വീണ്ടും ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ രാജാവും യേശുക്രിസ്തു ആയതുകൊണ്ട് പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പൈതലാകുന്നു. അങ്ങനൊരു തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളെല്ലാം ശുദ്ധീകരിച്ച് നമുക്ക് വീണ്ടും ദൈവമക്കളായിട്ട് മുമ്പിലോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.